നാട്ടുകാരുടെ കുടിവെള്ള സ്രോതസ്സായ പുഴയിൽ ഒരു മാന്ത്രികൻ വന്ന് എന്തൊക്കെയോ ക്രിയ ചെയ്തതിന് ശേഷം അയാൾ പറഞ്ഞു, ഇനി ഈ വെള്ളത്തിൽ നിന്നും കോരി കുടിക്കുന്നവൻ ഭ്രാന്തന്മാരായി മാറും. ഒളിഞ്ഞു ഇത് കേട്ട മനുഷ്യൻ നാട് നീളെ വിളിച്ചു പറയുവാൻ തുടങ്ങി, ആരും പുഴയിലെ വെള്ളത്തിൽ നിന്നും കോരിക്കുടിക്കരുത്, അത് കുടിച്ചാൽ നിങ്ങൾ ഭ്രാന്തന്മാരായി മാറും. നാട്ടിലും വീട്ടിലും കയറിയിറങ്ങി അയാൾ പറഞ്ഞു. പക്ഷേ ആരും അയാളുടെ വാക്കുകൾക്ക് അത്ര പ്രാധാന്യം കൊടുത്തില്ല. അവർ ഓരോരുത്തരായി പോയി പുഴയിൽ നിന്നും പതിവ് പോലെ വെള്ളം കോരി കുടിച്ചു. കുടിച്ചവന്മാരൊക്കെ എല്ലാം ഭ്രാന്തന്മാരായി മാറുകയും ചെയ്തു. അധികം നാൾ കഴിയുന്നതിന് മുമ്പ് അയാൾ ഒഴികെ ബാക്കി എല്ലാവരും ഭ്രാന്തന്മാരായി മാറിക്കഴിഞ്ഞിരുന്നു. ഈ ഭ്രാന്തന്മാരുടെ കൂട്ടത്തിൽ നോർമലായി പെരുമാറുന്ന അയാളെ നോക്കി അവരെല്ലാവരും വിളിച്ചു, ഇതാ ഒരു ഭ്രാന്തനെന്ന്. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ അയാളും പോയി പുഴയിൽ നിന്നും വെള്ളം കോരി കുടിച്ച് ഭ്രാന്തനായി മാറി. പ്രിയരെ, ഈ ഒരു കുഞ്ഞു കഥ നമ്മളോട് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകളെ അവഗണിച്ച് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചാണ്. നമ്മൾ ഭ്രാന്തന്മാരായി മാറുക മാത്രമല്ല, മറ്റുള്ളവരെ കൂടി ഭ്രാന്തന്മാരാക്കി മാറ്റുന്ന രീതിയിൽ നമ്മൾ തരം താണു പോകും. ആകയാൽ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ മുന്നറിയിപ്പുകളെയും അതിൻ്റെതായ ഗൗരവത്തോടുകൂടെ എടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാമെന്നേ. അങ്ങനെ ഭ്രാന്തന്മാരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഗോഡ് ബ്ലെസ് യു.